സെക്കൻഡ് ടൈപ്പ് ഓഫ് സൈക്കോമെട്രിക് പ്രോസസ് സെൻസിബിൾ ഹീറ്റിംഗ് ആൻഡ് സെൻസിബിൾ കൂളിംഗ്. ഞാൻ ആദ്യമേ സെൻസിബിൾ ഹീറ്റിംഗ് മാത്രമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സെൻസിബിൾ ഹീറ്റിംഗ് പ്രോസസ്. ഓക്കെ, സെൻസിബിൾ ഹീറ്റ് ആൻഡ് ലേറ്റൻറ്റ് ഹീറ്റ് എന്തായിരുന്നു ഡിഫറൻസ്? നമുക്കറിയാം, സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് മുഴുവൻ അതിൻ്റെ ടെമ്പറേച്ചർ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ ഫേസ് ചേഞ്ച് ഒന്നും നടക്കില്ല. ഓക്കെ, സോ ലെറ്റ്സ് സേ ഞാൻ സൈക്കോമെട്രിക് ചാർട്ടിൽ വൺ എന്ന ഇനിഷ്യൽ കണ്ടീഷനിലിരിക്കുന്ന എയർ സേറ്റ് ഒരു 15 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ. ഓക്കെ, 15 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആൻഡ് എ പർട്ടിക്കുലർ ഹ്യൂമിഡിറ്റി റേഷ്യോ വാല്യൂ. സോ ഞാനിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് സെൻസിബിൾ ഹീറ്റാണ്. സെൻസിബിൾ ഹീറ്റിംഗ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എയറിന് ആ എയറിൻ്റെ ടെമ്പറേച്ചറിനേക്കാളും ഹയർ ടെമ്പറേച്ചറുള്ള ഏതെങ്കിലും ഒരു ഡ്രൈ സർഫസിൽ കൂടെ പാസ് ചെയ്താൽ, ഞാൻ ഡ്രൈ സർഫസ് എന്ന് പറയാൻ കാരണം അവിടെ മോയ്സ്ചറൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ 1 എന്ന് പറയുന്ന കണ്ടീഷനിലിരിക്കുന്ന എയറിന് ഞാൻ ഒരു ഡ്രൈ സർഫസ്, അവിടെ ഒരു ഹീറ്റിംഗ് കോയിലും വെച്ചിട്ടുണ്ട്. ഒരു ഹീറ്റിംഗ് കോയിലിൽ കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഔട്ട്ലെറ്റിൽ 2 എന്നൊരു കണ്ടീഷൻ കിട്ടും. ഓക്കെ, സോ ഞാനിപ്പോൾ ഈ കൂളിംഗ് കോയിലിൻ്റെ കണ്ടീഷൻ, ഹീറ്റിംഗ് കോയിലിൻ്റെ കണ്ടീഷൻ 3 എന്ന് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ പ്രോസസ് സൈക്കോമെട്രിക് ചാർട്ടിൽ മാർക്ക് ചെയ്യുന്ന ഇങ്ങനെ വരും. 1ൽ നിന്നും ഞാൻ 3 എന്ന കണ്ടീഷനിലിരിക്കുന്ന ഒരു ഹീറ്റിംഗ് കോയിൽ, സേ ഒരു 30 ഡിഗ്രി സെൽഷ്യസ്. സോ 1ൽ നിന്നും ഉള്ള എയറിനെ ഞാൻ 3 എന്ന് പറയുന്ന കണ്ടീഷനിലിരിക്കുന്ന ഒരു ഹീറ്റിംഗ് കോയിൽ ഇപ്പോൾ ഏതെങ്കിലും ഡ്രൈ സർഫസിൽ കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടിൻ്റെയും കൂടെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു 2 എന്നൊരു കണ്ടീഷൻ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സേ 2ൻ്റെ ടെമ്പറേച്ചർ ഞാനൊരു 20 ഡിഗ്രി സെൽഷ്യസ് എന്ന് മാർക്ക് ചെയ്യുന്നു. ക്ലിയർ? നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ നേരെ ഒരു ഹൊറിസോണ്ടൽ ലൈനാണ് വരച്ചേക്കുന്നത്. അതായത് ഇവിടുത്തെ ഒമേഗയുടെ വാല്യൂവിന് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല, ഇൻക്രീസ് ഓർ ഡിക്രീസ് വന്നിട്ടില്ല. ഒമേഗയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ മോയ്സ്ചർ കണ്ട് കൂടി എന്നുള്ളതാണ്. ഇവിടെ ഒമേഗയുടെ വാല്യൂവിന് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഒന്നും വന്നിട്ടില്ല, അതായത് ഹ്യൂമിഡിറ്റി റേഷ്യോ സെയിം ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ദെൻ സെൻസിബിൾ ഹീറ്റിംഗ് പറയുമ്പോഴത്തേക്കും എത്രത്തോളം എക്സ്റ്റെൻറ്റ് വരെയാണ് സെൻസിബിൾ ഹീറ്റിംഗ് നടക്കുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ബൈപ്പാസ് ഫാക്ടർ. BF എന്നാണ് അതിൻ്റെ നൊട്ടേഷൻ യൂസ് ചെയ്യുന്നത്. സോ BFൻ്റെ വാല്യൂ ഇങ്ങനെയാണ് വരുന്നത്. ഇറ്റ്സ് ദ റേഷ്യോ ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി മീൻ സർഫസ് ടെമ്പറേച്ചർ ഓഫ് ഹീറ്റിംഗ് കോയിൽ ആൻഡ് ദി ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ the difference between the temperature of inlet air and the heating coil. ഓക്കെ, കുറച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാവാനായിട്ട് ഞാനിവിടെ 1, 2 and 3 എന്ന 3 പോയിൻറ്റ്സിൻ്റെയും ടെമ്പറേച്ചർ വാല്യൂസ് മാർക്ക് ചെയ്യണം. ഞാനിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ മാത്രമായതുകൊണ്ട് ഐ എം റൈറ്റിംഗ് TDB3, അതായത് ടെമ്പറേച്ചർ ഡ്രൈ ബൾബ് അറ്റ് പോയിൻറ്റ് 3. അതുപോലെ 2ൻ്റെത് TDB2 എന്നും വരും, 1ൽ TDB1 എന്നും വരും. ഞാനിവിടെ പറഞ്ഞ എക്സാമ്പിൾ വെച്ചാണെങ്കിൽ 1 എന്ന് പറയുന്നതാണ് 15 ഡിഗ്രി സെൽഷ്യസ്. 15 ഡിഗ്രി സെൽഷ്യസിലിരിക്കുന്ന എയർ 30 ഡിഗ്രി സെൽഷ്യസിലുള്ള ഹീറ്റിംഗ് കോയിലിൽ കൂടെ പാസ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഔട്ട്ലെറ്റിൽ റിസൾട്ടൻ്റ് ആയിട്ടുള്ള 20 ഡിഗ്രി സെൽഷ്യസ് എന്ന കണ്ടീഷൻ കിട്ടുന്നത്. ഓക്കെ, സോ ഇതാണ് ഒരു സെൻസിബിൾ ഹീറ്റിങ്ങിൻ്റെ പ്രോസസ്സ്. ഒരു ഡക്റ്റിൽ കൂടെ എയർ ഫ്ലോ ചെയ്യുകയാണ്, 15 ഡിഗ്രി സെൽഷ്യസിലെ എയർ, അതിലൂടെ ഞാനൊരു 30 ഡിഗ്രിയിലെ ഹീറ്റിംഗ് കോയിൽ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഹീറ്റിംഗ് കോയിലിൻ്റെ എഫക്റ്റ് കാരണം 15 ഡിഗ്രി എന്നുള്ള ടെമ്പറേച്ചർ റൈസ് ചെയ്യും. അത് മാക്സിമം റൈസ് ചെയ്യാൻ പറ്റുന്നത് 30 ഡിഗ്രി, പക്ഷേ അത് എഫക്റ്റീവ്ലി പോസിബിൾ അല്ല. കാരണം നമുക്കറിയാം ഒരു പോസിറ്റീവ് ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഉള്ളിടം വരെ മാത്രമേ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുകയുള്ളൂ. സോ അത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ബൈപ്പാസ് ഫാക്ടർ. സോ ബൈപ്പാസ് ഫാക്ടർ ഞാൻ ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ 1, 2 and 3 എന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ ഇങ്ങനെ വരും: TDB3 മൈനസ് TDB2, അതായത് ഹീറ്റിംഗ് കോയിലിൻ്റെയും ഔട്ട്ലെറ്റിലെയും ടെമ്പറേച്ചർ, ക്ലിയർ, ഡിവൈഡഡ് ബൈ TDB3 മൈനസ് TDB1. ഓക്കെ, അതായത് ഹീറ്റിംഗ് കോയിലിൻ്റെയും എൻ്ററിങ് എയറിൻ്റെയും ടെമ്പറേച്ചർ. സോ ഇതാണ് ബൈപ്പാസ് ഫാക്ടർ. ഡെഫിനിഷനായിട്ട് പറയുവാണെങ്കിൽ ബൈപ്പാസ് ഫാക്ടർ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ മീൻ സർഫസ് ടെമ്പറേച്ചർ ഓഫ് ദി കോയിൽ ആൻഡ് ലീവിംഗ് എയർ ടു ദി ഡിഫറൻസ് ബിറ്റ്വീൻ mean surface temperature of the heating coil and entry air temperature. Okay, clear? ഇനി ഇതേപോലത്തെ രണ്ടാമത്തെ പ്രോസസ്സ്
നമുക്ക് പറയാം സെക്കൻഡ് പ്രോസസ്സിൻ്റെ തന്നെ അടുത്ത ടൈപ്പ് സെൻസിബിൾ കൂളിംഗ് പ്രോസസ്സ്. സോ സെൻസിബിൾ കൂളിംഗ് ആകുമ്പോഴത്തേക്കും ഡയഗ്രം എങ്ങനെ വരും? സെയിം സൈക്ലോമെട്രിക് ചാർട്ട്. കൂളിംഗ് ആയതുകൊണ്ട് ഞാനൊരു ഹൈ ടെമ്പറേച്ചർ ആദ്യമേ കണ്ടീഷൻ നമ്പർ 1 ആയിട്ട് അസ്യൂം ചെയ്യുന്നു. കണ്ടീഷൻ നമ്പർ 1 at 40 degrees Celsius. ഓക്കെ, 40 ഡിഗ്രി സെൽഷ്യസിൽ കണ്ടീഷൻ 1 എയർ ആണ് ഡക്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ആ ഡക്റ്റിൽ ഞാനൊരു കൂളിംഗ് കോയിലാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, ആ കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് ആണ് അസ്യൂം ചെയ്യുക. സോ 40 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലിരിക്കുന്ന എയർ 10 ഡിഗ്രി സെൽഷ്യസിലിരിക്കുന്ന കൂളിംഗ് കോയിൽ കൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്കും എഫക്റ്റീവായിട്ട് എനിക്ക് ഔട്ട്ലെറ്റിൽ ഒരു 25 ഡിഗ്രി സെൽഷ്യസിൻ്റെ എയർ ഔട്ട്ലെറ്റിൽ കിട്ടി. ഓക്കെ, 40 ഡിഗ്രിയിലിരിക്കുന്ന എയർ 10 ഡിഗ്രിയിൽ ഒരു കൂളിംഗ് കോയിലൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്ത് 25 ഡിഗ്രി സെൽഷ്യസ് കിട്ടി. സോ ദിസ് ഇസ് കണ്ടീഷൻ നമ്പർ 1, ദിസ് ഈസ് 2 ആൻഡ് കൂളിംഗ് കോയിലിൻ്റെ കണ്ടീഷൻ ഞാൻ കണ്ടീഷൻ നമ്പർ 3 എന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പ്രോസസ്സ് സൈക്കോമെട്രിക് ചാർട്ടിൽ ഇങ്ങനെ വരും. 1 at 40 degrees Celsius is passed to a cooling coil at condition number 3 having temperature 10 degree Celsius. ഓക്കെ, സോ 1-ൽ ഇരിക്കുന്ന എയറിന് ഞാനൊരു 10 ഡിഗ്രി സെൽഷ്യസിലെ കൂളിംഗ് കോയിലൂടെ പാസ് ചെയ്താൽ എനിക്ക് എഫക്റ്റീവായിട്ട് വിൽ ബി ഗെറ്റിംഗ് എ ടെമ്പറേച്ചർ ഓഫ് 25 ഡിഗ്രി സെൽഷ്യസ് അറ്റ് പോയിൻറ്റ് നമ്പർ 2. ഇവിടെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒമേഗയുടെ വാല്യൂവിന് ചേഞ്ച് ഒന്നുമില്ല. ഓക്കെ, ഒമേഗയുടെ വാല്യൂവിന് ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് മോയ്സ്ചർ കണ്ടൻറ്റിന് യാതൊരു ഡിഫറൻസും വരുന്നില്ല. സോ ഇവിടെയും നമുക്കൊരു ബൈപ്പാസ് ഫാക്ടർ എഴുതാം. ബൈപ്പാസ് ഫാക്ടർ ഫോർ ദി കൂളിംഗ് നമുക്കിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഞാൻ ആ ടെമ്പറേച്ചർ വാല്യൂസ് സേ ഇറ്റ് ഇസ് TdB3, TdB2 ആൻഡ് TdB1. സോ ബൈപ്പാസ് ഫാക്ടർ ഓഫ് കൂളിംഗ് കോയിൽ റേഷ്യോ ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്. TdB2 മൈനസ് TdB3 ഡിവൈഡഡ് ബൈ TdB1 മൈനസ് TdB3. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഹീറ്റിങ്ങിൻ്റെ കേസിൽ പറഞ്ഞ അതേ റേഷ്യോനാണ് ഇവിടെയും വരുന്നത്. അതായത് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ബിറ്റ്വീൻ ദി മീൻ സർഫസ് ടെമ്പറേച്ചർ ഓഫ് കൂളിംഗ് കോയിൽ ആൻഡ് ഔട്ട്ലെറ്റ് ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ കൂളിംഗ് കോയിൽ ആൻഡ് ഇൻലെറ്റ്. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. പക്ഷേ നമ്മൾ TdB3 എന്നുള്ള ടേംസ് ലാസ്റ്റ് എഴുതുന്ന കാര്യം ഇതാണ്. നമുക്കറിയാം ഇവിടെ ഇപ്പോൾ കൂളിംഗ് പ്രോസസ് ആണ്. സോ 2-ലുള്ള ടെമ്പറേച്ചറിനെക്കാളും എന്തായാലും ലോവർ ആണ് 3-ലെ ടെമ്പറേച്ചർ. ഓക്കെ, നമുക്കൊരു പോസിറ്റീവ് വാല്യൂ ആയിട്ട് എഴുതാൻ വേണ്ടി മാത്രമാണ് നമ്മളിവിടെ TdB2 മൈനസ് TdB3 എന്ന് എഴുതിയേക്കുന്നത്. അതുപോലെ ഇൻലെറ്റിലും 40 ആണ് ഇൻലെറ്റ് കണ്ടീഷൻ, 10 ആണ് കൂളിംഗ് കോയിൽ കണ്ടീഷൻ. സോ ഇവിടെയും ഒരു പോസിറ്റീവ് ടെമ്പറേച്ചർ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ TdB1 മൈനസ് TdB3 എന്ന ഫോമാറ്റിൽ എഴുതിയേക്കുന്നത്. അല്ലെങ്കിൽ ബൈപ്പാസ് ഫാക്ടർ ഫോർ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് രണ്ടും ഒരേ കാര്യം തന്നെയാണ്. ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ കൂളിംഗ് കോയിൽ ആൻഡ് ഔട്ട്ലെറ്റ് ടു ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ കൂളിംഗ് കോയിൽ ആൻഡ് ഇൻലെറ്റ്. കൂളിംഗ് കോയിൽ അല്ലെങ്കിൽ ഹീറ്റിംഗ് കോയിൽ. ഓക്കെ, സോ ഇതാണ് സെൻസിബിൾ ഹീറ്റിംഗ് ആൻഡ് സെൻസിബിൾ കൂളിംഗ് പ്രോസസ്സ്.